ഹലോ. ട്രേഡിംഗ് ചാർട്ടുകൾ നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനൊരു ചിത്രം കണ്ടിട്ടുണ്ടോ? ഒറ്റ നോട്ടത്തിൽ തലകറങ്ങുന്ന ഈ ഇച്ചിമോക്കു ക്ലൗഡ് സത്യം പറഞ്ഞാൽ തുടക്കക്കാരായ ട്രേഡർമാരുടെ ഏറ്റവും നല്ലൊരു കൂട്ടാളിയാണ്. കാഴ്ചയിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡായി തോന്നുന്ന ഇത് എങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് വളരെ സിമ്പിളാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്കറിയാം, ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഓടുന്നതെന്ന്. ദൈവമേ, ഇതെന്താണിത്? ഒരു ചാർട്ടിൽ ഇത്രയധികം വരകളും മേഘങ്ങളുമൊക്കെ വേണോ? പേടിക്കണ്ട, മിക്കവാറും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ കാണുന്ന കോലാഹലത്തിനപ്പുറം വളരെ ലളിതമായ ഒരു സിസ്റ്റം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. കാഴ്ചയിൽ ഇത്രയധികം കുഴപ്പം പിടിച്ച ഒന്ന് എങ്ങനെയാണ് ഒരു പുതിയ ട്രേഡർക്ക് വഴികാട്ടിയാകുന്നത്? അതിന്റെ കാരണമെന്താണെന്നാൽ ഇതിന്റെ പുറകിലുള്ള നിയമങ്ങൾ വളരെ വളരെ ലളിതമാണ്. ആ നിയമങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ആശയക്കുഴപ്പത്തെ നമുക്ക് ഓരോന്നായി ഒന്ന് അഴിച്ചെടുക്കാം. ഇതിലെ ഓരോ വരയ്ക്കും ആ കാണുന്ന മേഘത്തിനും അതിൻ്റേതായൊരു ജോലിയുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അത്ഭുതം എത്രത്തോളം പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ശരിക്കും ഇച്ചിമോക്കുവിൻ്റെ ഒരു മാജിക്. ഇതിന്റെ കണക്കുകൂട്ടലുകളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമേ ഇല്ല. നമുക്ക് വേണ്ടത് ലളിതമായ കുറച്ച് നിയമങ്ങളാണ്. എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം, പിന്നെ എപ്പോഴൊന്നും ചെയ്യാതെ മാറി നിൽക്കണം. ട്രേഡിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചടക്കം കൊണ്ടുവരാൻ ഈ നിയമങ്ങൾ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ശരി, ഇനി നമുക്കിതിനെ ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം, അല്ലേ? ആദ്യം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ആ കാണുന്ന മേഘം അഥവാ ക്ലൗഡിൽ നിന്ന് തുടങ്ങാം. ബാക്കിയെല്ലാം തൽക്കാലം മറന്നേക്ക്. ആദ്യം ഈ മേഘത്തിൽ മാത്രം ശ്രദ്ധിക്ക്. ഇതിനെയാണ് നമ്മൾ ക്ലൗഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ സംശയത്തിനുള്ള ഉത്തരം ഇതൊറ്റ നോട്ടത്തിൽ തരും. മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്കാണോ അതോ താഴേക്കാണോ? ഇതാണ് ഇച്ചിമോക്കുവിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിയമം. ഇതുമാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പകുതി തെറ്റുകളും ഒഴിവാക്കാം. വില ക്ലൗഡിന് മുകളിലാണോ എങ്കിൽ പിന്നെ വാങ്ങുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി താഴെയാണെങ്കിലോ വിൽക്കുന്നതിനെക്കുറിച്ച് മാത്രം. കണ്ടോ, ഈ ഒരൊറ്റ നിയമം കൊണ്ട് തന്നെ നമ്മുടെ ആശയക്കുഴപ്പങ്ങൾ ഒരുപാട് കുറഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ ട്രെൻഡിന്റെ ദിശ നമുക്ക് ക്ലൗഡ് പറഞ്ഞു തന്നു. ഇനി എപ്പോഴാണ് നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്? അതിനാണ് ഈ രണ്ട് ലൈനുകൾ. വേഗത കൂടിയൊരു നീല ലൈനും വേഗത കുറഞ്ഞ ഒരു ചുവപ്പ് ലൈനും. ഇവ രണ്ടും കൂട്ടിമുട്ടുമ്പോഴാണ് നമുക്കൊരു സിഗ്നൽ കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ടെക്നിക്കലായി അറിയണമെന്നുണ്ടെങ്കിൽ ഇവ ഓരോന്നും ഓരോ തരം മൂവിംഗ് ആവറേജാണ്. നീല ലൈൻ കുറച്ച് വേഗത കൂടിയതും ചുവപ്പ് ലൈൻ കുറച്ച് വേഗത കുറഞ്ഞതുമാണെന്ന് ഓർത്താൽ മതി. വേഗത കൂടിയ ലൈൻ കുറഞ്ഞ ലൈനിനെ മറികടക്കുമ്പോഴാണ് നമുക്ക് സിഗ്നലുകൾ കിട്ടുന്നത്. ആ നമ്പറുകളൊന്നും ഓർത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നമ്മുടെ സിസ്റ്റം ഏകദേശം റെഡിയായി. ഇനി ഒരൊറ്റ ഘടകം കൂടിയുണ്ട്. പക്ഷേ ഇത് നിർബന്ധമുള്ള ഒന്നല്ല. ഇതിനെ ലാഗിംഗ് സ്പാൻ എന്ന് പറയും. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തൽക്കാലത്തേക്ക് ഒഴിവാക്കാം. ഈ പച്ച ലൈനിന് ഒരൊറ്റ ജോലിയുള്ളൂ: നിലവിലുള്ള ട്രെൻഡിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് പറയുക. ഇതിനെ ഒരു റബ്ബർ ബാൻഡ് പോലെ ചിന്തിച്ചാൽ മതി. നിലവിലെ വിലയും ഈ പച്ച ലൈനും തമ്മിലുള്ള ദൂരം കൂടുന്തോറും ട്രെൻഡിന് നല്ല ശക്തിയുണ്ടെന്ന് പറയാം. ദൂരം കുറവാണെങ്കിലോ ട്രെൻഡ് ദുർബലമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും പരിചയപ്പെട്ടു. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെറും 2 സ്റ്റെപ്പുകളിലുള്ള ഒരു സിമ്പിൾ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഗെയിം പ്ലാൻ. ഒന്നാമത്തെ സ്റ്റെപ്പ്, ട്രെൻഡ് എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കുക. വില ക്ലൗഡിന് മുകളിലാണോ താഴെയാണോ? രണ്ടാമത്തെ സ്റ്റെപ്പ്, സിഗ്നലിനായി കാത്തിരിക്കുക. നീല ലൈൻ ചുവപ്പ് ലൈനിനെ നമ്മൾ നോക്കുന്ന ട്രെൻഡിന്റെ ദിശയിൽ മുറിച്ചു കിടന്നോ? അത്രയുള്ളൂ. അതാണ് നമ്മുടെ എൻട്രി. ഈ നിയമങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാം. നമ്മൾ ഒരു ബൈ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഒന്ന്, മാർക്കറ്റ് പൊതുവെ മുകളിലോട്ടാണ്, അതായത് വില ക്ലൗഡിന് മുകളിലാണ്. 2, ഇപ്പോൾ വാങ്ങാനുള്ളൊരു സിഗ്നൽ വന്നിട്ടുണ്ട്, അതായത് നീല ലൈൻ ചുവപ്പിന് മുകളിലേക്ക് ക്രോസ് ചെയ്തു. ഈ 2 കണ്ടീഷനും ഓക്കെ ആവുമ്പോൾ നമ്മുടെ ട്രേഡ് ശരിയാകാനുള്ള സാധ്യത കൂടും. സെൽ ചെയ്യുമ്പോൾ നേരെ തിരിച്ചും. ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത നിയമം ഇതാണ്: വില ആ ക്ലൗഡിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു ട്രേഡും എടുക്കരുത്, മാറി നിൽക്കുക. ക്ലൗഡിനെ വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു യുദ്ധക്കളമായിട്ട് കണ്ടാൽ മതി. അവിടെ ആര് ജയിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. വില ക്ലൗഡിനെ പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു ദിശ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാന നിയമങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഒരു പടി കൂടി കടന്ന് പ്രൊഫഷണൽ ട്രേഡർമാർ ഈ സ്ട്രാറ്റജിയെ എങ്ങനെ കൂടുതൽ ശക്തമാക്കുന്നു എന്നുകൂടി നോക്കാം. എപ്പോഴും ഓർക്കുക, ഇച്ചിമോക്കു ഒരു ട്രെൻഡിനെ പിന്തുടരുന്ന സിസ്റ്റമാണ്. മാർക്കറ്റിന് വ്യക്തമായ ഒരു ദിശയുള്ളപ്പോൾ ഇത് ഗംഭീരമായി വർക്ക് ചെയ്യും. ഇനി ക്ലൗഡ് വളരെ നേർത്തതും പരന്നതുമായി കാണുകയാണെങ്കിൽ അതിനർത്ഥം മാർക്കറ്റ് എങ്ങോട്ടും പോകാതെ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. ആ സമയത്ത് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ല ട്രേഡ്. നിങ്ങളുടെ സിഗ്നലുകൾക്ക് കൂടുതൽ ഉറപ്പുവരുത്താൻ ഈ കാര്യങ്ങൾ കൂടി പരീക്ഷിക്കാം. വലിയ ട്രെൻഡ് എങ്ങോട്ടാണെന്നറിയാൻ 200 മൂവിംഗ് ആവറേജ് നോക്കുക.
തെറ്റായ സിഗ്നലുകൾ ഒഴിവാക്കാൻ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിമിനേക്കാൾ ഉയർന്ന ഒന്നിൽ കൂടി ട്രെൻഡ് ഉറപ്പിക്കുക. അതോടൊപ്പം സപ്പോർട്ട്, റെസിസ്റ്റൻസ് പോലുള്ള മറ്റു രീതികൾ കൂടി ഉപയോഗിച്ചാൽ നിങ്ങളുടെ സിസ്റ്റം കൂടുതൽ ശക്തമാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ 5 മിനിറ്റ് ചാർട്ടിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വെക്കുക. അപ്പോൾ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് ചാർട്ടിൽ കൂടി ഒന്ന് നോക്കുക. ആ വലിയ ചിത്രത്തിലും മാർക്കറ്റ് മുകളിലാണെങ്കിൽ നിങ്ങളുടെ 5 മിനിറ്റ് ചാർട്ടിൽ വരുന്ന ബൈ സിഗ്നലുകൾക്ക് കൂടുതൽ വിശ്വാസ്യതയുണ്ടാകും. ഇത് ഒരുപാട് തെറ്റായ സിഗ്നലുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ എന്തുകൊണ്ടാണ് ഇച്ച്മോക്ക് തുടക്കക്കാർക്ക് ഇത്രയും നല്ലൊരു ടൂളാണെന്ന് പറയുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഇതൊരു ഇൻഡിക്കേറ്റർ മാത്രമല്ല, ഒരു സമ്പൂർണ്ണ ടൂൾ കിറ്റാണ്. അതെ, മറ്റു പല ഇൻഡിക്കേറ്ററുകളിൽ നിന്നും വ്യത്യസ്തമായി ഇച്ചിമോക്കു ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഒന്നുകൂടി നോക്കിയാൽ ട്രെൻഡിന്റെ ദിശ അറിയാൻ നമുക്ക് ക്ലൗഡുണ്ട്. അതിന്റെ ശക്തി അറിയാൻ ലാഗിംഗ് സ്പാൻ ഉണ്ട്. എപ്പോൾ ട്രേഡിൽ പ്രവേശിക്കണമെന്ന് പറയാൻ ലൈൻ ക്രോസ് ഓവർ ഉണ്ട്. ഒരു ട്രേഡർക്ക് വേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഒരൊറ്റ ഇൻഡിക്കേറ്ററിൽ കിട്ടുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തി. 10ഉം 15ഉം ഇൻഡിക്കേറ്ററുകൾക്കിടയിൽ കൺഫ്യൂഷനായി നിൽക്കുന്നതിന് പകരം ഈ ഒരൊറ്റ സിസ്റ്റം പഠിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായ നിയമങ്ങളും അതിലൂടെ ട്രേഡിംഗിൽ ഏറ്റവും അത്യാവശ്യമായ അച്ചടക്കവും നൽകുന്നു. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് മാത്രമാണ്. ഇച്ചിമോക്കു നിങ്ങൾക്ക് കൃത്യമായ നിയമങ്ങൾ തരും. മാർക്കറ്റ് നിങ്ങൾക്ക് അവസരങ്ങളും തരും. എന്നാൽ ആ നിയമങ്ങൾ തെറ്റാതെ പാലിക്കാനുള്ള അച്ചടക്കം, അത് നിങ്ങൾ സ്വയം കണ്ടെത്തണം. അതിന് നിങ്ങൾക്ക് കഴിയുമോ?